നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഇസ്രായേൽ കരസേന ഗാസ മുനമ്പിൽ. ഇക്കുറി ഹമാസിൻ്റെ സമ്പൂർണ്ണ നാശം കണ്ടേ തങ്ങൾ മടങ്ങുമെന്ന് കരസേന പറയുന്നു. ഗാസ നിവാസികളോട് ഹമാസിനെ പുറത്താക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവസാന മുന്നറിയിപ്പ് നൽകി. മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ കൃത്യമായ കരസേനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഇനിയും ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഗാസ മുനമ്പ് തുടരാനാണ് ഭാവമെങ്കിൽ അത് സമ്പൂർണ്ണ നാശത്തിൽ കലാശിക്കുമെന്ന് ഇസ്രായേൽ. അതിർത്തിക്കടുത്തുള്ള സുരക്ഷാ മേഖല വികസിപ്പിക്കേണ്ടതുണ്ട്. വടക്കൻ തെക്കൻ ഗാസകൾക്കിടയിൽ ഭാഗിക ബഫർ സോൺ സൃഷ്ടിക്കേണ്ടതുണ്ട്. 252 ഡിവിഷനിലെ സൈന്യം നെറ്റ്സാരിം കൊറിഡോർ ഏരിയയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഗാസയെ വടക്കും തെക്കുമായി വിഭജിക്കുന്നൊരു പാതയാണിത്. സാലഹ് ഏദിൻ റോഡ് വരെ ഏകദേശം പകുതിയോളം ഭാഗം ഇപ്പോൾ പൂർണ്ണമായി കരസേന പിടിച്ചടക്കി. ഗാസ അതിർത്തിയുടെ തെക്കൻ ഭാഗത്തേക്ക് ഗൊലാനി ബ്രിഗേഡിനെ അയച്ചുവെന്നും സ്ട്രിപ്പിൽ നടപടിയെടുക്കാൻ അവരെ സജ്ജമാക്കിയെന്നും IDF പറയുന്നു. പോരാട്ട മേഖലകളിൽ നിന്ന് ജനങ്ങളോട് അടിയന്തരമായി ഒഴിച്ചുപോകാനാണ് IDF ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസ നിവാസികളെ ഇതൊരവസാന മുന്നറിയിപ്പാണ്. ആദ്യത്തെ സിൻവർ ഗാസയെ നശിപ്പിച്ചു. ഇപ്പോഴിതാ രണ്ടാമത്തെ സിൻവർ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെയുമാണ് IDF ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് സിൻവാറിനെ IDF ലക്ഷ്യമിടുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസ് ഭീകരതയ്ക്കെതിരെയുള്ള വ്യോമസേനയുടെ നടപടികൾ ആദ്യഘട്ടം മാത്രമായിരുന്നു. കരസേന കൂടുതൽ ശക്തമായി ഇനി ഗാസ മുനമ്പിൽ പിടിമുറുക്കും. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ, ഹമാസിനെ ഗസയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതുവരെ ഗാസ മുനമ്പ് കാണാത്ത അതിശക്തമായ ആക്രമണത്തിനാണ് തങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുക, ബന്ദികളെ ഉടൻ തിരികെ വിടുക, ഹമാസിനെ പുറത്താക്കുക. ഭീകര നേതാക്കൾ, അവരുടെ പ്രവർത്തകർ, സെല്ലുകൾ, റോക്കറ്റ് വിക്ഷേപണ സ്ഥാനങ്ങൾ, ആയുധങ്ങൾ, മറ്റ് ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് തങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് IDF വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനകം 500-നോടടുത്ത പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്ന പലസ്തീൻകാർക്ക് അല്ലെങ്കിൽ ഗാസ നിവാസികൾക്ക് പണപാരിതോഷികം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് നേതൃത്വത്തിലുള്ള ഭീകരർ തട്ടിയെടുത്ത 251 പേരിൽ 58 പേർ ഉൾപ്പെടെ 59 പേരെ ഗസ മുനമ്പിലെ ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോഴും ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഇതിൽ IDF മരിച്ചതായി സ്ഥിരീകരിച്ചത് 35 പേർ. അവരുടെ മൃതദേഹങ്ങളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിൽ നടന്ന ആക്രമണങ്ങളിൽ 2 ഉന്നത ഹമാസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിരോധ വകുപ്പിന്റെയും വികസന മന്ത്രാലയത്തിന്റെയും തലവനുമാണ്. ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടി പുനരാരംഭിച്ചതിൽ തനിക്ക് അതിയായ ആശങ്കയുണ്ട് എന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ബുധനാഴ്ച പറഞ്ഞു. എന്നാൽ പരിപൂർണ പിന്തുണയാണ് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് നൽകുന്നത്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെയും കൊച്ചുകുട്ടികളെയും ഒക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് കെയർ സ്റ്റാമർ പറയുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുക മാത്രമാണ് മുന്നോട്ടുള്ള ഏക മാർഗമെന്ന് യൂറോപ്യൻ യൂണിയൻ വിശ്വസിക്കുന്നുവെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രസ്താവന. പാരീസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനൊപ്പം മാധ്യമങ്ങളെ കാണുമ്പോൾ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞത് വീണ്ടും ആക്രമണം ആരംഭിച്ചത് തെറ്റായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പെന്നാണ്. പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് ഇന്നൊരു മിഥ്യ മാത്രമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് മക്രോൺ ഹമാസിനെ വിമർശിച്ചത്. എന്നാൽ ഗസയിൽ ഇസ്രായേലി സൈനിക പരിഹാരം ഉണ്ടാകില്ല എന്ന് മക്രോൺ പറയുന്നു. നേരത്തെ ഇസ്രായേൽ ഗസ മുനമ്പിൽ നടത്തിയ ആക്രമണങ്ങളിൽ 48,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഓർക്കണമെന്നാണ് മക്രോൺ പറയുന്നത്. അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തുടക്കമിട്ടിട്ടും ഹമാസ് അനുരഞ്ജന സംഭാഷണങ്ങളിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഇത്ര ശക്തമായ ആക്രമണങ്ങൾ തൊടുത്തിട്ടും എന്തുകൊണ്ട് ഹമാസ് ഭയപ്പെടുന്നില്ല എന്ന ചോദ്യമാണിപ്പോൾ ബാക്കി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടപടികൾ ഇനിയും രൂക്ഷമാകും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ലോക നേതാക്കൾ പറയുന്നത്. നെറ്റ്സാരിം ഇടനാഴിയിലേക്ക് കരസേന കടന്നു കയറിയതോടെ ഇനി കൂട്ടക്കുരുതിയാവും ഗസ മുനമ്പിൽ നടക്കുക. ഹമാസിനോടുള്ള സമീപനം പൂർണ്ണമായി മാറ്റിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അമേരിക്കൻ പിന്തുണയോടെ ഹമാസ് ഇസ്രായേലിൽ നിന്ന് അനുഭവിക്കുന്നത് ഇനി കൂടുതൽ ശക്തമായി വരും. ഇസ്രായേൽ ഒരു പരിഹാരം തേടുകയാണ്. ഒന്നുകിൽ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരിക, ഹമാസിനെ പുറത്താക്കുക, സംഘടനയെ നിരായുധീകരിക്കുക,
അല്ലെങ്കിൽ ഗസ മുനമ്പിൽ പൂർണ്ണമായ അധിനിവേശമാകും ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങളുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. ആക്രമണ ലക്ഷ്യങ്ങളിൽ ഹമാസിൻ്റെ സിവിലിയൻ നേതൃത്വവും ഉൾപ്പെടുന്നുവെന്ന് ഇസ്രായേൽ തുറന്നു പറയുന്നു. ഗസയിൽ ഹമാസിനെതിരെ ആക്രമണം പുനരാരംഭിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇപ്പോൾ ഇസ്രായേലിൽ വലിയ ജനകീയ പ്രതിഷേധം നടക്കുന്നു. ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ പാർലമെൻറ്റിന് പുറത്ത് 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി. ഇസ്രായേലിൻ്റെ ഭാവിക്ക് വേണ്ടിയാണോ അതോ നിങ്ങളുടെ സഖ്യ സർക്കാരിൻ്റെ ഭാവിക്ക് വേണ്ടിയാണോ ഈ യുദ്ധം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. പാർലമെൻറ്റിന് പുറത്തുള്ള പ്രതിഷേധ റാലിക്ക് പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജെറുസലേമിലെ സ്വകാര്യ വസതിയിലേക്കും പ്രതിഷേധക്കാർ മാർച്ച് നടത്തി. തനിക്കെതിരായ അഴിമതി കേസിൻ്റെ വിചാരണയും വരാനിരിക്കുന്ന ബജറ്റ് വോട്ടിനുമിടയിൽപ്പെട്ട് ആടിയുലഞ്ഞ സഖ്യ സർക്കാരിനെ ഉറപ്പിച്ചു നിർത്താനുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രമാണ് ഇപ്പോഴത്തെ ആക്രമണമെന്ന് ചിലർ പറയുന്നു. ചൊവ്വാഴ്ചയായിരുന്നു അഴിമതി കേസിൽ നെതന്യാഹുവിൻ്റെ വിചാരണ ആരംഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഗസ ആക്രമണം പുനരാരംഭിച്ചതോടെ വിചാരണ മാറ്റിവെച്ചു. ഗസയിൽ നടക്കുന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും അതിശക്തമായി ഹമാസിനെ നശിപ്പിക്കാൻ ഇനി കരസേന ഇറങ്ങുമെന്നും ഇതിനിടയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. പൂർണ്ണമായി ബന്ദികളെ മോചിപ്പിക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം. എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണ്. ഇസ്രായേൽ ഗസ മുനമ്പിലെ ഹമാസിന് നേർക്ക് അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് യമനിലെ ഹൂതികൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണം ഇപ്പോഴും തൊടുക്കുകയാണ് അമേരിക്കൻ സേന. യമനിലെ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US വ്യോമസേന ഇപ്പോഴും വ്യോമാക്രമണം തുടരുകയാണ്. ഇസ്രായേൽ ഇന്നലെ ഗസ മുനമ്പിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 29 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ഏകദേശം 500ഓളം പലസ്തീനികളാണ് ഇപ്പോൾ തുടങ്ങിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 6 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗസ മുനമ്പിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടത്. വലിയ ബോംബാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. 500ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ട അതിശക്തമായ ആക്രമണങ്ങൾ. അതിൽ ഏറ്റവും പ്രഹരം നൽകിയത് 10 മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ 70 ആക്രമണങ്ങളാണ്. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗസ മുനമ്പിൽ ഒരാക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഇറങ്ങിത്തിരിച്ചതെന്ന ചോദ്യം ഇപ്പോൾ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നു. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണ തന്നെയാണ് ഇത്തരമൊരു ആക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്. മറുവശത്ത് ഹമാസുമായി സ്ഥിരമായ ഒരു വെടിനിർത്തലിന് തയ്യാറായാൽ നെതന്യാഹുവിനെ അത് രാഷ്ട്രീയ പ്രതിസന്ധിയിലാഴ്ത്തും. 15 വർഷമായി തുടരുന്ന ഭരണത്തിന് ഒരുപക്ഷെ അവസാനമായേക്കും. ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം നെതന്യാഹു ഹമാസുമായി വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിലെത്തിയാൽ ഭരണസഖ്യം വിടുമെന്ന് തീവ്ര വലതുപക്ഷ കക്ഷിയുടെ അംഗവും ധനമന്ത്രിയുമായ ബെസലേൽ സ്മോട്രിച്ച് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്ന ഏതൊരു കരാറിനും പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയുണ്ട്. എന്നാൽ വെടിനിർത്തലിന് തയ്യാറായി അങ്ങനൊരു നീക്കം നടത്തിയാൽ ഘടകകക്ഷികളുടെ എതിർപ്പ് മൂലം നെതന്യാഹുവിൻ്റെ സർക്കാർ നിലംപൊത്തും. ഇപ്പോഴിതാ സ്മോട്രിച്ചിൻ്റെയും മറ്റൊരു തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റാമർ ബെൻ ഗ്വിറിൻ്റെയും പിന്തുണ ഉറപ്പിച്ചു നിർത്താൻ നെതന്യാഹുവിന് സാധിച്ചു. ബെൻ ഗ്വിറിൻ്റെ പാർട്ടി നേരത്തെ ജനുവരിയിൽ സഖ്യത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇപ്പോൾ യുദ്ധം പുനരാരംഭിച്ചതോടെ ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം കൈകോർത്തു. തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് മാത്രമല്ല, ഹമാസിനെ പൂർണ്ണമായി ഗസ മുനമ്പിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഭാവിയിൽ ഇസ്രായേലിന് ഒരു ഭീഷണിയാകുമെന്ന് ഇപ്പോഴും കരുതുകയാണ് നെതന്യാഹു ഹമാസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. അയൽ രാജ്യങ്ങളിൽ തുടർച്ചയായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയത്. ശക്തമായ വ്യോമാക്രമണം. ഇതോടെ ഇസ്രായേലിൻ്റെ ആയുധപ്പുരകൾ ഏറെക്കുറെ കാലിയായി തീർന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ 6 ആഴ്ച വെടിനിർത്തൽ കാലയളവിൽ ഇസ്രായേലിന് വേണ്ടത്ര ആയുധങ്ങൾ സംഭരിക്കാൻ കഴിഞ്ഞു. പോർവിമാനങ്ങളുടെയും മറ്റും അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ യുദ്ധസജ്ജമായി. ഇനി വധിക്കേണ്ട ഹമാസ് നേതാക്കളുടെ പട്ടികയും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ചുരുക്കത്തിൽ എല്ലാ തയ്യാറെടുപ്പുകൾക്ക് ശേഷം വീണ്ടും കൂടുതൽ കരുത്തോടെ ഇസ്രായേൽ ഗസ മുനമ്പിൽ നിരത്ത് തുടരുകയാണ്. ഈ വാർത്തയിൽ ഒരു വാൽക്കഷ്ണം കൂടിയുണ്ട്.
ഗസ മുനമ്പിൽ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിയിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ CPM എന്ന പാർട്ടി. CPM പോളിറ്റ് ബ്യൂറോ ഗാസയിൽ സമാധാനം പുലരുന്നതിനായി തുടങ്ങിവെച്ച രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രയേൽ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് കുറ്റപ്പെടുത്തി. ട്രംപ് ഭരണകൂടം ഗാസയെ തകർത്ത് തരിപ്പണമാക്കി പട്ടിണിക്കിടാനാണ് ശ്രമിക്കുന്നത് എന്നും PB പറഞ്ഞു. സൈനിക നീക്കങ്ങൾ ഉടൻ അവസാനിപ്പിച്ച് ഇസ്രയേൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടരണമെന്നും സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തെ മുഴുവൻ പേരും ആഗ്രഹിക്കുന്നുവെന്നാണ് ഇപ്പോൾ PBയുടെ പ്രസ്താവന. ഇസ്രയേൽ അതിക്രമത്തിനെതിരെ മോദി സർക്കാർ ശക്തമായി രംഗത്ത് വരണമെന്ന് PB ആവശ്യപ്പെട്ടു. ഗാസയിലെ മുഴുവൻ മനുഷ്യരും കൂട്ടക്കുരുതിക്ക് ഇരയാകുമ്പോൾ മോദി സർക്കാരിന് ഇനിയും നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ എല്ലാ പാർട്ടി യൂണിറ്റുകളും ഇസ്രയേലിൻ്റെ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കണം. വെടിനിർത്തലിലൂടെ ഗാസയിൽ എത്രയും വേഗം സമാധാനം പുലരണമെന്നും PP പറയുന്നു. എന്തായാലും PB കട്ടക്കിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.